ഒരു പതിറ്റാണ്ട് വിജയകരമായി പിന്നിട്ട് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ആത്മനിർഭർ ഭാരത് കെട്ടിപ്പടുക്കുന്നതിലും ലോകത്ത് ഇന്ത്യയെ വിശ്വസനീയ പങ്കാളിയാക്കുന്നതിലും ഡിജിറ്റൽ ഇന്ത്യ കേന്ദ്ര ബിന്ദുവായി മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യ ഇന്ന് ജനകീയ പ്രസ്ഥാനമാണ്. പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിലൂടെ ആഗോള ഡിജിറ്റൽ നേതൃത്വത്തിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മാനുവലിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റം വിസ്മയകരമാണ്. കാണാം റിപ്പോർട്ട്. രാജ്യത്ത് എല്ലായിടത്തും എല്ലാവരിലേക്കും ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുകയും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. 2015 ജൂലൈ 1-നാണ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി 10 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യം ഡിജിറ്റലായി അതിവേഗം വളരുക എന്ന കാര്യം വിസ്മരിക്കാനാവില്ല. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിന്റെ 10 വർഷം വിജയകരമായി പൂർത്തിയാക്കിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. 140 കോടി ഇന്ത്യക്കാരുടെ കൂട്ടായ ദൃഢനിശ്ചയത്താൽ ഡിജിറ്റൽ പേയ്മെന്റുകളിൽ രാജ്യം നിരവധി മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയുടെ 10 വർഷങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ഇന്ന് ഒരു ചരിത്ര ദിനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു ദശാബ്ദത്തിന് ശേഷം സർവ്വതലസ്പർശിയായ വികസനത്തിനും ശാക്തീകരണത്തിനുമാണ് ഡിജിറ്റൽ മേഖല സാക്ഷിയാകുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും ഈ സംരംഭത്തിൽ നിന്ന് പ്രയോജനം നേടിയിട്ടുണ്ട്. 2014-ൽ ഇന്ത്യയിൽ ഏകദേശം 25 കോടി ഇന്റർനെറ്റ് ഉപയോക്താക്കളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് 97 കോടിയിലധികമായി വളർന്നു. ഡിജിറ്റൽ രംഗത്ത് ഓരോ സെക്കൻഡിലും 1 കോടി വരുന്ന ഇടപാടുകൾ UPI-യിലൂടെ സാധ്യമാക്കുന്നു. ലോകത്തിലെ റിയൽ ടൈം ഡിജിറ്റൽ ഇടപാടുകളുടെ പകുതി ഇന്ത്യയിലാണ് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായി ഇന്ത്യ മാറിയത് ഡിജിറ്റൽ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തനമാണ്. 42 ലക്ഷം കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ 2.18 ലക്ഷം ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നു. സെമി കണ്ടക്ടർ മേഖലയിലും ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. DBT വഴി 44.5 ലക്ഷം കോടി രൂപ ഗുണഭോക്താക്കൾക്ക് കൈമാറി. സുതാര്യമായ ഭരണനിർവഹണത്തിനായി പബ്ലിക് പ്രൊക്യൂർമെന്റ് ഓൺലൈനായി നടപ്പാക്കി. 1400ഓളം തദ്ദേശീയ വിപണികൾ ഈനാം വഴി ബന്ധിപ്പിച്ചു. കർഷകർക്ക് 4 ലക്ഷം കോടി വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം സാധ്യമാക്കിയത് ഡിജിറ്റൽ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങളാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ അഭിമാനകരമായ നേട്ടങ്ങളാണ് ഡിജിറ്റൽ ഇന്ത്യയിലൂടെ രാജ്യം കരസ്ഥമാക്കിയത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.